Crook's book. Trivia, a wild review. നമസ്കാരം. ആദ്യകാലത്തെ മലയാള സിനിമകൾ കാഴ്ചയിൽ നാടകങ്ങൾ പോലെയാണ്. ഇതുപോലെ ഇക്കാലത്തെ ചില നാടകങ്ങൾ സിനിമകൾ പോലെയും. പരിമിതമായ സ്റ്റേജിൽ അതിവിശാലമായ ദൃശ്യങ്ങൾ ഒരുക്കി നാടകം പ്രേക്ഷകനെ വിസ്മയിപ്പിക്കുന്നു. ഇങ്ങനെ മലയാള നാടകവേദികളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംവിധായകരിൽ പ്രമുഖനാണ് രാജേഷ് ഇരുളം. രാജേഷ് ഇരുളവും മികച്ച നാടകങ്ങളുടെ ശ്രദ്ധേയനായ ഹേമന്ത് കുമാർ എന്ന നാടകരചയിതാവും ഒരുമിച്ച് തയ്യാറാക്കിയ വേദിയിലെ ജീവിതക്കാഴ്ചയായ കുരുത്തിയുടെ ട്രിവ്യൂവിലേക്ക് സ്വാഗതം. എന്താണ് കുരുത്തി? ഈറ കൊണ്ടുണ്ടാക്കിയ മീൻ പിടിക്കാനുള്ള ഒരു പ്രത്യേകതരം ട്രാപ്പാണ് കുരുത്തി. കുരുത്തി പോലുള്ള മറ്റൊരു മീൻ പിടിക്കുന്ന ഉപകരണം നിങ്ങൾക്കറിയാമായിരിക്കും, ഒറ്റാൽ. ഈ ഒറ്റാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റാലിൽ കുരുങ്ങുന്ന മീനിന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ കുരുത്തിയിൽ പെട്ടവരെയുള്ളൂ, രക്ഷപ്പെട്ടവരില്ല. ഇതുപോലെ പെട്ടാൽ പിന്നെ രക്ഷപ്പെടാനാകാത്ത കുരുത്തികൾ നമുക്ക് ചുറ്റും പല രൂപത്തിലുണ്ട്. ബുദ്ധിയുള്ളവർ അവ മെനഞ്ഞെടുക്കുന്നു. ആ കുരുത്തികളിൽപ്പെട്ട് കാൽവെന്ത പട്ടിയെപ്പോലെ നമ്മൾ പായുന്നു. ഇങ്ങനെ രക്ഷയില്ലാതെ ഉഴലുന്ന കുറേ ജീവിതങ്ങളാണ് ഈ നാടകത്തിലെ കാഴ്ച. ഷാനു എന്ന മുസ്ലിം യുവാവ് അപർണ എന്ന നമ്പൂതിരി പെൺകുട്ടിയെ പ്രണയിക്കുന്നു. ലവ് ജിഹാദോ ജിഹാദ് ലവോ ഒന്നുമല്ല, റിയൽ ലവ്. ഈ പ്രണയത്തിന് താങ്ങും തണലുമാകുന്നത് ഷാനു വിശ്വസിക്കുന്ന പാർട്ടിയാണ്. നമ്മുടെ ഈ ഷാനുവിൻ്റെ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവും തമ്മിലുള്ള പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളുമാണ് കുരുത്തി. ഷാനുവിൻ്റെയും അപർണയുടെയും ജീവിതത്തിൻ്റെ ചുറ്റരികിലൂടെ സമകാലീന കേരളം അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികൾ നാടകം ചർച്ച ചെയ്യുന്നു. പ്രണയം, സൗഹൃദം, കുടുംബം, ഇങ്ങനെ 3 ഭാവങ്ങളിലൂടെ നമുക്ക് കുരുത്തിയെ കാണാം. ആദ്യം പ്രണയം. കുരുത്തിയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ സഞ്ചാരം 2 പ്രണയ വഴികളിലൂടെയാണ്. ഒന്ന് വ്യക്തിജീവിതത്തിൻ്റെ അരികു ചേർന്നും അടുത്തത് രാഷ്ട്രീയ സേവന പാതയിലൂടെ. നായകനായ ഷാനുവിൻ്റെ പ്രണയത്തെ പ്രണയിച്ചാണ് കൂട്ടുകാരായ സജിയും സുമേഷുമൊക്കെ തങ്ങളുടെ വൈയക്തിക പ്രണയത്തെ ആഘോഷിക്കുന്നത്. ബന്ധുക്കളില്ലാത്ത കാക്കു എന്ന വൃദ്ധകഥാപാത്രവും സുമേഷിൻ്റെ അമ്മ അമ്മിണി ചേച്ചിയും ഷാനുവിൻ്റെയും അപർണയുടെയും അതിരുകെട്ടാത്ത പ്രണയത്തെ അംഗീകരിക്കുന്നവരാണ്. നേതാവായ സതേട്ടനും ഇവരുടെ പ്രണയത്തെ നിരാകരിക്കുന്ന ആളല്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വീകാര്യതയ്ക്ക് പിന്നിൽ രാഷ്ട്രീയമായ വരുംകാല ചിന്തകളും ഉണ്ടായിരിക്കുന്നു. പ്രണയികൾക്ക് പിറക്കുന്ന മനക്കരുത്തുള്ള ആൺമക്കളും പാർട്ടിക്കൊരു രക്തക്കരുത്താണല്ലോ. ഇതുപോലെ പ്രണയത്തിൻ്റെ ആഴത്തിൽ വിശ്വസിച്ച് നമ്പൂരി മാളികയിൽ ഒരു അകത്തമ്മ മാളിക പുറത്തമ്മയായി രൂപാന്തരപ്പെടുന്ന കാഴ്ചയും കുരുത്തിയിൽ നമുക്ക് കാണാനാകും. വ്യക്തിജീവിതത്തിൽ കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാൻ, അവരോടുള്ള ഇഷ്ടമറിയിക്കാൻ സുഗന്ധം പരത്തുന്ന മുല്ലയും ചെമ്പകവും പനിനീർപ്പൂവും ഒക്കെ സമ്മാനങ്ങളായി സമർപ്പിച്ചാൽ മതി. എന്നാൽ രാഷ്ട്രീയ ജീവിതത്തിൽ കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാനും താൻ അടിയുറച്ച പാർട്ടിക്കാരനാണെന്ന് ഉറപ്പിക്കാനും പൂക്കളായി വിതറേണ്ടത് തൻ്റെയോ എതിർ പാർട്ടിയിലെ പ്രവർത്തകരുടെയോ ചുടുചോരയാണ്. അതായത് രാഷ്ട്രീയ സമൂഹം അംഗീകരിച്ച ഭീകരതയായ രക്തസാക്ഷിത്വം വരിക്കുകയോ രക്തസാക്ഷികളെ വെട്ടിക്കൂട്ടുകയോ ചെയ്യണം. എന്നാലേ അവന് പാർട്ടിയിൽ ഒരു വിലയുള്ളൂ. ഒരു കൊടിക്കൂറ കീറിയതിനും കൂവിയതിനും കരിങ്കൊടി പൊക്കിയതിനും എതിരാളിയെ വെട്ടിനുറുക്കുന്ന, പത്രം വായിക്കാത്ത, നേർചിന്തയില്ലാത്ത രക്തസാക്ഷികളെയാണ് ഈ നാടകം ഉന്നം വയ്ക്കുന്നത്. ഇവരെ രക്തസാക്ഷികളാകാൻ സ്വന്തം തലച്ചോറിനെ അഴുക്കുചാൽ ചെളിയാക്കുന്ന അരാഷ്ട്രീയവാദികളായ നേതാക്കളെയാണ് നാടകം ഉന്നം വയ്ക്കുന്നത്. ഇനി സൗഹൃദത്തിലേക്ക്. സാധാരണ ഒരു നാട്ടിൻപുറത്തെ കൗമാര യൗവനകാല സൗഹൃദങ്ങൾ മുളപൊട്ടി വളരുന്നത് ക്ലബ്ബുകളിലാണ്. ചില സ്ഥലങ്ങളിൽ പാർട്ടി ഓഫീസുകളും ക്ലബ്ബുകളുടെ ജോലി നിർവഹിക്കാറുണ്ട്. ഈ നാടകം തുടങ്ങുന്നത് ഒരു പാർട്ടി ഓഫീസിൽ നിന്നാണ്. ഇവിടെയുള്ള ക്യാരംസ് ബോർഡിലെ കുഴികളിൽ റെഡ് കോയിനും അതിനു പുറകെ ഫോളോവർ കോയിനും ഇടുന്നതിൽ അഗ്രഗണ്യനാണ് ഇവിടത്തെ നേതാവ്. സംശയിക്കേണ്ട, പാർട്ടിയുടെ പേര് പറഞ്ഞ് യുവതയെ കുഴിയിൽ ചാടിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ആ കഴിവ് തന്നെയാണ് നമുക്ക് റെഡ് കോയിൻ കുഴിയിലിടൽ കളിയിലൂടെ മനസ്സിലാക്കാനാകുന്നത്. ഈ റെഡ് കോയിൻ കുഴിയിലിടൽ കളി കൊണ്ടുള്ള കൊട്ട് ചുവപ്പന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. കാവിക്കാർക്കും ത്രിവർണ്ണക്കാർക്കും മത മുതലാളിമാർക്കും ജാതി ബെടുവന്മാർക്കുമെല്ലാം ഇതിൻ്റെ തുല്യം പങ്കിട്ടെടുക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള കുരുതിപ്രമാണികളിൽ അല്ലെങ്കിൽ കുരുത്തിപ്രമാണികളിൽ ഒരാളുടെ വിരൽത്തുമ്പിലെ കരുവായി മാറുന്ന യുവാവ് തൻ്റെ ജീവിതത്തെ ജയിലിനകത്ത് പണയം വയ്ക്കാൻ മുതിരുന്നത് ചങ്ങാത്തത്തിൻ്റെ ആ ചങ്ക് കൊണ്ടാണ്. ഫ്രണ്ട്ഷിപ്പ് വെച്ചുള്ള ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് യുവാക്കളുടെ ഇടയിൽ നടത്തിയാൽ എതിർഭാഗത്തെ സ്കോർ ബോർഡിൽ ഡെഡ് ബോഡികളുടെ എണ്ണം കൂട്ടാമെന്ന നവീന ജനസേവന ടെക്നിക്കും നാടകത്തിലുണ്ട്. ഇനി കുടുംബം. മലയാളി പ്രവാസിയാകുന്നതും ഓരോ ദിവസവും മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ജോലിയിടത്ത് പോകുന്നതും വരുന്നതും, പൊരിവെയിലത്ത് നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുന്നതും, ഗുണ്ടകളുടെയും നേതാക്കന്മാരുടെയും മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുന്നതും, വട്ടിപ്പലിശയ്ക്ക് പണമെടുത്ത് മുടിഞ്ഞ് കയറുമെടുത്ത് മാവിലേക്ക് കയറുന്നതും, മദ്യത്തിൽ തെറിക്കുന്ന പുളിച്ച തെറിയും ഇടിയും അടിയും കൊള്ളുന്നതും കുടുംബത്തിന് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെ കേരള സമൂഹം കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സമൂഹത്തിലെ കുടുംബങ്ങളിൽ നിന്നാണ് കുരുത്തികളിൽപ്പെട്ട് അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനെയും സഹോദരിക്ക് സഹോദരനെയും മക്കൾക്ക് അച്ഛനെയും നഷ്ടപ്പെടുന്നത്.
ഇവരുടെ വേദനകൾ, നൊമ്പരങ്ങൾ, നഷ്ടപ്പെടലുകൾ ബോധസമൂഹത്തിന് ചേർന്നതല്ല എന്ന് നാടകം ആവർത്തിച്ച് പറയും. നമുക്ക് പരിചിതമായ വ്യക്തികളെ, പരിസരങ്ങളെ, കുടുംബങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീടകങ്ങളെ തിരുവനന്തപുരം അക്ഷര ക്രിയേഷൻസ് നമുക്ക് മുന്നിലെത്തി. ക്ലൈമാക്സിൻ്റെ അരികോരമെത്തുമ്പോൾ നാടകത്തിലെ ഒരു കഥാപാത്രം പരലോകത്ത് വെച്ച് ഗാന്ധിജിയെയും ചെഗുവേരയെയും ഒക്കെ കണ്ടപ്പോൾ ആ മഹാന്മാർ അയാളോട് ചോദിച്ചൊരു ചോദ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ചോദ്യമാണ് കുരുത്തിക്ക് സമൂഹത്തോട് ചോദിക്കാനുള്ളത്. വെട്ടാനും ചാകാനും തയ്യാറെടുക്കുന്നവർ ആ ചോദ്യം സ്വയം ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഈ രക്തസാക്ഷിത്വ വിഷയത്തിൽ കേരളത്തിലുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയാൻ നാടകം കാണുക തന്നെ വേണം. കുരുത്തി എന്ന മീൻ പിടിക്കാനുള്ള ട്രാപ്പിന് നാടകത്തിലെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ കുരുത്തി എന്ന വാക്ക് മറ്റൊരർത്ഥം കൂടി പ്രേക്ഷകനിൽ അവശേഷിപ്പിക്കുന്നു. കുരു എന്നാൽ സീഡ്, അതായത് വിത്ത്. മുളയ്ക്കാൻ തയ്യാറെടുക്കുന്ന ഈ വിത്തിൽ വയറിനകത്ത് വെച്ച് തന്നെ തീ കത്തിച്ചു പിടിപ്പിക്കുന്നു. കത്തുന്ന മുദ്രാവാക്യങ്ങൾ, മതം പിടിപ്പിക്കുന്ന ഇലാമ പഴച്ചാറുകൾ അവൻ്റെ ആദ്യ ചിന്തകളിലേക്ക് കോരിക്കോരി നിറയ്ക്കുന്നു. നാടകത്തിനടുത്ത് പറയുന്നുണ്ട്, ഇവിടുത്തെ കുട്ടികൾ ജിമിക്കി കമ്മൽ കേട്ടല്ല വളരുന്നത്, മുദ്രാവാക്യങ്ങൾ കേട്ടാണ്. ശരിയാണ്, ജിമിക്കി കമ്മൽ സ്വയം സന്തോഷിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുമാണല്ലോ പാടിയാടുന്നത്. എന്നാൽ മിക്ക മുദ്രാവാക്യങ്ങളിലും ഫാസിസം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപരിഷ്കൃത കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ആ ഓരിയിടലുകൾ സ്വസ്ഥമായി ഉറങ്ങുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും മക്കളെ വളർത്തിയെടുക്കുന്ന മാതാപിതാക്കളെയും അലോസരപ്പെടുത്തുന്നുണ്ട്. 6-7 നടീനടന്മാരിലൂടെ ചെറുതും വലുതുമായ 15-ലേറെ കഥാപാത്രങ്ങൾ വേദിയിൽ അകമഴിഞ്ഞാടി കാണികളെ അവർ അത്ഭുതപ്പെടുത്തുന്നു. ഓരോ കഥാപാത്രവും ആവശ്യപ്പെടുന്ന ശരീരഭാഷയിലൂടെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നിനൊന്ന് മെച്ചമാകുമ്പോഴും സദേട്ടനും കാക്കുവും ഏതൊരു പുരസ്കാരത്തിനും മേലെയായി വർത്തിക്കുന്നു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ജനിച്ചു കഴിഞ്ഞ ഓരോ ജീവനും ജീവന്റെ വിലയുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന കുരുത്തിയുടെ സെറ്റ് വർക്കുകാരുൾപ്പെടെയുള്ള എല്ലാ കലാകാരന്മാർക്കും ഹൃദയഭാഷയിൽ സ്നേഹം, ആദരവ്. ഓർമ്മിക്കുക, കുരുത്തിയിൽ പെട്ടവരെയുള്ളൂ, രക്ഷപ്പെട്ടവരില്ല.